ഇടുക്കി ജില്ലയിലൂടെയുള്ള കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയിലെ ആദ്യ റീച്ച് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്ന് നാട്ടുകാർ ആരോപണം ഉയർത്തിയിരിക്കുന്നു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വീടുകളിലേക്കും കടകളിലേക്കും ചെളിയും മണ്ണും ഒഴുകിയെത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ആവശ്യത്തിന് കലുങ്കുകളില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് ജനങ്ങൾ പറയുന്നു. ഒരു നാടിന്റെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് നിലവാരമുള്ള റോഡുകൾ. അതിനാരും തടസ്സം നിൽക്കുന്നില്ല. എന്നാൽ ഒരു റോഡ് നിർമ്മിച്ചാൽ ഒരു പ്രദേശത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കരുത് എന്നുള്ളത് മാത്രമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. മഴയൊന്ന് ശക്തമായി പെയ്താൽ പിന്നെ റോഡിലൂടെ വാഹനം ഓടിക്കാൻ പോയിട്ട് കാൽനട പോലും സാധ്യമല്ല. ഉന്നത നിലവാരത്തിൽ സംസ്ഥാനപാത നിർമ്മാണം പൂർത്തിയാക്കുന്നത് നാട്ടുകാർക്ക് വലിയ സന്തോഷമുള്ള കാര്യം തന്നെ. എന്നാൽ നിർമ്മാണത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന ദുരിതം എത്ര നാൾ ഉണ്ടാകുമെന്നാണ് ചോദ്യം. തുടക്കം മുതൽ അശാസ്ത്രീയത ആരോപിച്ച് നാട്ടുകാർ രംഗത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ മേഖലയിലെ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ആരാധനാലയങ്ങളിലും വെള്ളം കയറിയതോടുകൂടിയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. ഈ കൾവെട്ടുകൾ മൂടി നിർമ്മാണം പൂർത്തീകരിച്ച സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ റോഡിന്റെ വശങ്ങളിലുള്ള വീടുകളിലേക്കും ആരാധനാലയങ്ങളിലേക്കും വ്യവസായ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ തന്നെ വെള്ളവും ചെളിയും കയറി വൻ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കമ്പനിയുടെ പ്രതിനിധി സ്ഥലത്തെത്തുകയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊള്ളാമെന്നും അവർ തടഞ്ഞു വെച്ചിരുന്ന കൾവെട്ടുകൾ 5 എണ്ണത്തോളം പുതുതായി നിർമ്മിച്ച റോഡിൽ നിന്നും കട്ട് ചെയ്ത് പുതുതായി നിർമ്മാണം നടത്തിക്കൊള്ളാമെന്ന ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പൊതുജനങ്ങൾ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. നിലവിലുണ്ടായിരുന്ന 20-ലധികം കലുങ്കുകൾ അടയ്ക്കുകയും പകരമായി 4 കലുങ്കുകൾ മാത്രം നിർമ്മിക്കുകയും ചെയ്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ചെറിയ മഴ പെയ്താൽ കൂടി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറുന്ന അവസ്ഥയാണ്. അധികൃതർ ഇടപെട്ട് കരാർ കമ്പനിക്കാരെ കൊണ്ട് റോഡിന്റെ പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം വലിയ പ്രതിഷേധങ്ങൾക്ക് കളമൊരുങ്ങുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.